friends, welcome back to my channel. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സോസേജ് സ്പഗേറ്റി റെസിപ്പിയുമായിട്ടാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്പഗേറ്റി റെസിപ്പിയാണിത്. നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഈ സ്പഗേറ്റി ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആവശ്യമുള്ള വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കണം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് എണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. ഇനി ഇതിലേക്ക് നമുക്ക് സ്പഗേറ്റി ചേർത്ത് കൊടുക്കാം. സ്പഗേറ്റി ഇല്ലെങ്കിൽ ഏത് ഷേപ്പിലുള്ള പാസ്തയും നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു പാക്കിൻ്റെ പകുതിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്, അതായത് ഒരു 200 ഗ്രാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഒരു 10-12 മിനിറ്റ് ഇതിനൊന്ന് നല്ലതുപോലെ ഒന്ന് ബോയിൽ ചെയ്തെടുത്താൽ മതി. ഒരുപാട് നേരം ഒന്നും കുക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ഇതൊരുവിധം കുക്കായി വന്നിട്ടുണ്ട്. നല്ല ശരിക്കും സോഫ്റ്റായിട്ടൊന്നും പോകണ്ട, കുറച്ച് കട്ടി ഉണ്ടായിരിക്കണം. ഇനി നമുക്കിതിൻ്റെ വെള്ളം ഒന്ന് വാർത്തെടുക്കണം. ഇപ്പോൾ ഞാനിതിൻ്റെ വെള്ളമൊക്കെ വാർത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് വീണ്ടും അവിടെ ഇരുന്ന് വേകാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിൻ്റെ സോസ് തയ്യാറാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ചിക്കൻ സോസേജ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു പാക്കിൻ്റെ പകുതിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തതാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സോസേജ് കയ്യിലില്ലെങ്കിലും പ്രശ്നമില്ല, നിങ്ങൾക്ക് ചിക്കൻ കൊണ്ടോ അല്ലെങ്കിൽ വെജിറ്റബിൾസ് കൊണ്ടോ ഇതുപോലെ തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഇത് കുറച്ച് സമയം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഇതിനൊന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാം. സോസേജ് ഒരുവിധം കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് ഉണക്കമുളക് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസിലുള്ള സവാള ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് സവാള നന്നായിട്ടൊന്ന് വഴന്ന് വരുന്നത് വരെ നമുക്കതിനെ ഒന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു വലിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കണം. തക്കാളി നല്ലപോലെ വെന്ത് വരുന്നത് വരെ ഇതിനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് സമയം ഇതിനെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഒരു 4-5 മിനിറ്റ് ഇതിനെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കണം. അപ്പോൾ തക്കാളിയൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് ഒരഗാനോയും കൂടി ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ഒരഗാനോയും മുളക് പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എരിവിന് ആവശ്യത്തിന് മുളക് പൊടി ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഞാനൊരു 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് കുറച്ച് സമയം കൂടി ഒന്ന് അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കണം. കുറച്ച് മല്ലിയിലയും കൂടി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. നല്ലപോലെ തിളച്ച് വരുന്നവരെ നമുക്ക് വേവിക്കാം. അപ്പോൾ ഈ സോസ് റെഡി ആയിട്ടുണ്ട്. നല്ല തിക്കായിട്ട് വന്നിട്ടുമുണ്ട്. നമ്മുടെ സോസ് റെഡിയായി. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന സ്പഗേറ്റി ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ മക്രോണി ആണെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ സോസേജ് സ്പഗേറ്റി ഇവിടെ റെഡി ആയിട്ടുണ്ട്. സോസേജ് ഇല്ലാതെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. വെജിറ്റബിൾസ് ഒന്നും ചേർത്തില്ലെങ്കിലും ഈ സോസ് ഉണ്ടാക്കിയെടുത്താൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യണം. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുകയുള്ളൂ. അപ്പോൾ പുതിയ റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.